കൊല്ലത്ത് നവകേരള സദസ്സിന് വേദി നിർമ്മിക്കുന്നതിനായി ചതുപ്പുനിലം മണ്ണിട്ട് നികത്താൻ ശ്രമം. പീരങ്കി മൈതാനത്ത് വേദി നിർമ്മിക്കുന്നതിനായി ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്ന മണ്ണ് താമരക്കുളത്തെ ചതുപ്പ് നിലത്തിലാണ് നിക്ഷേപിച്ചത്. ചതുപ്പ് നികത്താനുള്ള ശ്രമം യുവമോർച്ച പ്രവർത്തകരെത്തി തടഞ്ഞു. പീരങ്കി മൈതാനത്ത് നവകേരള സദസ്സിന് വേദിയൊരുക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്നും നീക്കം ചെയ്യുന്ന മണ്ണ് താമരക്കുളത്ത് ചതുപ്പ് നിലത്തിൽ നിക്ഷേപിക്കുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധം. പീരങ്കി മൈതാനത്ത് നിന്നും ലോഡ് കണക്കിന് മണ്ണ് ഇവിടേക്ക് എത്തിച്ച് ചതുപ്പ് നികത്തൽ നടത്തുന്നതിനിടയിൽ യുവമോർച്ച ജില്ലാധ്യക്ഷൻ പ്രണവ് താമരക്കുളത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നിക്ഷേപിച്ചാണ് നികത്തൽ നടത്തുന്നതെന്ന് യുവമോർച്ച പ്രവർത്തകർ ആരോപിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് മണ്ണിടൽ നിർത്തിവെച്ചു. വിജയനും ഇവിടുത്തെ മേയറിന് വോട്ട് ചെയ്ത സാധാരണപ്പെട്ട ആളുകൾ ഇന്ന് ദുരിത ജീവിതം അനുഭവിക്കുകയാണ്. തൊട്ടടുത്തുള്ള ഓട, ആശുപത്രിയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോകുന്ന മാലിന്യജലം, പുറത്തു പോകേണ്ട ഓട പോലും ഇന്ന് ഈ മണ്ണിട്ട് നികത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള മാലിന്യജലം ഈ മഴക്കാലത്ത് വീടുകൾ കയറിക്കൊണ്ട് മഹാമാരി അല്ലെങ്കിൽ മഹാദുരന്തം ഉണ്ടാകുമെന്ന് പോലും ജനങ്ങൾ പരിഭ്രാന്തരാണ്. എത്രയും പെട്ടെന്ന് ഈ പറയുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ നിർത്തുക. ഈ പ്രവർത്തനങ്ങൾ, ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ ഭാരതീയ ജനതാ യുവമോർച്ച ഇവിടെ തടയുകയാണ്, നിർത്തിയേക്കുവാണ്. ഇതിനൊരു നിയമപരമായിട്ടുള്ള കാര്യങ്ങളില്ലാതെ യാതൊരു വിധത്തിലുള്ള സംവിധാനവും മുന്നോട്ട് പോകാൻ അനുവദിക്കും. പ്രതിഷേധം കടുത്തതിനെ തുടർന്ന് കോർപ്പറേഷൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥലത്തെത്തി പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം നീക്കം ചെയ്യാമെന്ന് ഉറപ്പ് നൽകി. മണൽക്കൂനകൾ നീക്കം ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള നടപടിയെടുക്കാമെന്ന് അറിയിച്ചതോടെയാണ് യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. ജനം, കൊല്ലം.